രാഹുൽ ഗാന്ധിയെ പുറത്താക്കണം, ലോക്സഭാ അംഗത്വം റദ്ദാക്കണം. ലോക്സഭാ സ്പീക്കർക്ക് മുന്നിലെത്തിയ പ്രമേയത്തിലെ രണ്ടാവശ്യങ്ങളാണിത്. വെറും ഒരു MP മാത്രമല്ല രാഹുൽ ഗാന്ധി, ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് കൂടിയാണ്. അങ്ങനെയുള്ള ഒരു MPയെ സഭയിൽ നിന്ന് എന്നേക്കുമായി പുറത്താക്കണമെന്ന് ഭരണപക്ഷം ആവശ്യപ്പെടുമ്പോൾ അവർ എത്രമാത്രം ഭയന്നിരിക്കാമെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വ്യാഴാഴ്ച രാവിലെ സഭ സമ്മേളിച്ചപ്പോഴാണ് രാഹുലിനെതിരെ പ്രമേയം കൊണ്ടുവന്നത്. BJP നേതാവ് നിഷികാന്ത് ദുബെയാണ് പ്രമേയം സഭയിൽ വായിച്ചത്. ഈ പ്രമേയത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്. രാഹുൽ ഗാന്ധി വിദേശചാരനാണ്, വിദേശത്ത് നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നു, ഇത് ഉപയോഗിച്ച് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയെ സ്പീക്കർ അയോഗ്യനാക്കി പ്രഖ്യാപിക്കണം. ഇതിനു പുറമെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് വിലക്കണമെന്നും പ്രമേയത്തിലൂടെ നിഷികാന്ത് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രാവിലെ സഭ സമ്മേളിച്ചതിന് പിന്നാലെയാണ് ഈ വിഷയം സഭയിൽ വന്നത്. പിന്നാലെ പ്രതിപക്ഷ MPമാർ ഒറ്റക്കെട്ടായി നിഷികാന്തിൻ്റെ പ്രമേയത്തെ എതിർത്ത് സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധത്തിൻ്റെ അലയൊലികൾ തീർത്തു. പ്രമേയം വാങ്ങി കീറിയെറിഞ്ഞാണ് ഇന്ത്യ സഖ്യത്തിലെ MPമാർ പ്രതികരിച്ചത്. ഇതോടെ സഭയിലെ വാക്പോര് കയ്യാങ്കളിയിലേക്ക് മാറി. പിന്നീട് സഭ നിർത്തിവെച്ച് പിരിയാമെന്ന് സ്പീക്കർ അറിയിച്ചു. മണിക്കൂറുകൾക്കുള്ളിൽ വീണ്ടും ലോക്സഭ ചേരുന്നുണ്ട്. ഈ പ്രമേയം അവതരിപ്പിക്കാനുള്ള അനുമതി സ്പീക്കർ നൽകിയാൽ അത് വലിയ അപകടമാണെന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമായിരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ. ലോക്സഭാ അംഗത്തിനെതിരെ പ്രമേയം അവതരിപ്പിക്കുന്നത് തന്നെ അപൂർവമായ സംഭവമാണ്. ഈ പ്രമേയത്തിന് മേൽ ചർച്ച വന്നാൽ ഭരണപക്ഷത്തെ MPമാർക്ക് രാഹുൽ ഗാന്ധിയെ അപമാനിക്കാനുള്ള സുവർണാവസരമാണ് സ്പീക്കർ തുറന്നു നൽകുന്നത്. അങ്ങനെ സംഭവിച്ചാൽ ലോക്സഭയെ തലകീഴായി നിർത്തുമെന്ന് പ്രതിപക്ഷ MPമാർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇതോടെ പ്രമേയം തള്ളാനുള്ള സാധ്യതകളാണ് കാണുന്നത്. എന്നാൽ പതിവ് നിഷ്പക്ഷ മനോഭാവമൊന്നും നിലവിലെ ലോക്സഭാ സ്പീക്കർ ചെയറിലിരിക്കുന്നവർക്കില്ല. അവർ കണ്ണും പൂട്ടി NDAയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ അയോഗ്യനാക്കണമെന്നുള്ള പ്രമേയം സ്പീക്കർ അംഗീകരിച്ചാലും അത്ഭുതപ്പെടാനില്ല. ഈ വിഷയത്തിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നുണ്ട്. സഭയെ തെറ്റിദ്ധരിപ്പിച്ചതിനും അടിസ്ഥാനരഹിതമായ പ്രസ്താവനകൾ നടത്തിയതിനും രാഹുൽ ഗാന്ധിക്കെതിരെ ഞങ്ങൾ അവകാശ ലംഘന നോട്ടീസ് നൽകാൻ പോവുകയാണ്. ലോക്സഭയിലെയും രാജ്യസഭയിലെയും നടപടികൾക്ക് വ്യക്തമായ ചട്ടങ്ങളുണ്ട്. ഒരംഗം മറ്റൊരംഗത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന് മുൻകൂട്ടി നോട്ടീസ് നൽകുകയും ആരോപണം തെളിവുകൾ സഹിതം സ്ഥാപിക്കുകയും വേണമെന്ന് ബജറ്റ് ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തെ പരാമർശിച്ച് റിജിജു പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച അവകാശവാദങ്ങൾ സഭയിൽ വന്ന് സാക്ഷ്യപ്പെടുത്താൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണമെന്ന് താൻ സ്പീക്കറോട് അഭ്യർത്ഥിച്ചതായും കേന്ദ്രമന്ത്രി പറയുന്നുണ്ട്. പ്രധാനമന്ത്രി ഇന്ത്യയെയും ഇന്ത്യൻ താൽപ്പര്യങ്ങളെയും വിറ്റുവെന്ന് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഉന്നയിച്ചതാണ് കേന്ദ്രമന്ത്രിയെ ചൊടിപ്പിച്ചത്. എന്ത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്? മുൻകൂർ നോട്ടീസ് നൽകാതെ കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിക്കെതിരെയും രാഹുൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതായും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. തെളിവുകളോ വാദങ്ങളോ നടപടിക്രമങ്ങളോ പാലിക്കാതെയാണ് കോൺഗ്രസ് നേതാവ് ആരോപണങ്ങൾ ഉന്നയിച്ചതെന്ന് റിജിജു പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ കൂടി ഒന്ന് പരിശോധിക്കാം. നിങ്ങൾ ഇന്ത്യയെ വിറ്റു. ഇന്ത്യയെ വിൽക്കുന്നതിൽ നിങ്ങൾക്ക് ലജ്ജയില്ലേ? നമ്മുടെ ദരിദ്ര കർഷകരെ തകർക്കാൻ നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ആണവ കരാറിൽ യുക്തിയില്ല. നിങ്ങൾ എന്താണ് ചെയ്തത്? തുടക്കത്തിൽ 3% ശരാശരി, ഇപ്പോൾ അത് 18%, 6 മടങ്ങ് വർധനവ്. US ഇറക്കുമതി $46 ബില്യൺ നിന്ന് $146 ബില്യൺ ഉയരുമെന്നും ഇത് അസംബന്ധമാണെന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്. പിന്നാലെയാണ് അയോഗ്യനാക്കാനുള്ള നടപടികൾ ഇപ്പോൾ BJP ആരംഭിച്ചിരിക്കുന്നത്.